ഗസയിലുടനീളം വീണ്ടും ഇസ്രായേലിന്റെ ആക്രമണം. മധ്യ ഗസയിലെ നുസൈറാത്ത് അഭയാർത്ഥി ക്യാമ്പിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഒരു ഫലസ്തീനി കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഗസയിൽ വരാൻ പോകുന്ന അന്താരാഷ്ട്ര സേനയിൽ ഖത്തറിലെ സൈനികരും ഉണ്ടാകുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ബന്ദികളുടെ 13 മൃതദേഹങ്ങൾക്കായി ഹമാസ് തെരച്ചിൽ ഊർജിതമാക്കി. വെടിനിർത്തൽ അട്ടിമറിക്കാൻ ഇസ്രായേൽ നടത്തുന്നത് ആസൂത്രിത നീക്കങ്ങളെന്ന് ഫലസ്തീൻ കൂട്ടായ്മകൾ കുറ്റപ്പെടുത്തി. വെസ്റ്റ് ബാങ്കിലും അതിക്രമം തുടർന്ന് ഇസ്രായേൽ. MCA നാസർ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. നാസർ, ഈ വെടിനിർത്തൽ എന്ന് കേട്ടപ്പോൾ നമ്മളൊക്കെ വലിയ സന്തോഷത്തിലും പ്രതീക്ഷയിലും ഒക്കെ ആയിരുന്നു. പക്ഷേ ഓരോ ദിവസവും അവിടെ നിന്നുള്ള ആക്രമണ വാർത്തകൾ തന്നെയാണല്ലോ പുറത്തു വരുന്നത്. അവിടുത്തെ തീർച്ചയായിട്ടും വെടിനിർത്തൽ 3ാം വാരത്തിലേക്ക് കടന്ന ഈ ഒരു ഘട്ടത്തിലും ഇന്ന് രാത്രിയിലും വ്യാപകമായിട്ടുള്ള ആക്രമണങ്ങൾ നടന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഖാൻ യൂനിസിൽ, അതോടൊപ്പം തന്നെ മറ്റ് ദറൽ ബലാഹ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ റഫക്ക് നേരെയും ഒക്കെ ആക്രമണം നടക്കുന്നുണ്ട്. ഇതൊക്കെയും ഒരു പ്രതിരോധത്തിന്റെ ഭാഗമായിട്ട് നടത്തുന്ന ആക്രമണങ്ങളാണെന്നാണ് സൈന്യം അല്പം മുമ്പ് വിശദീകരിച്ചിരിക്കുന്നത്. പക്ഷേ ആ അർത്ഥത്തിലുള്ള ഒരു ആക്രമണവും ഹമാസിന്റെ ഭാഗത്തു നിന്നുണ്ടായതായിട്ട് ഔദ്യോഗികമായിട്ടുള്ള ഒരു റിപ്പോർട്ടുകളുമില്ല. തങ്ങൾ നിർണയിച്ചിരിക്കുന്ന യെല്ലോ ലൈനിന്റെ ഉള്ളിലേക്ക് കടന്നുകൊണ്ടാണ് ഇസ്രായേൽ സൈന്യം ഇന്ന് നുസൈറാത്ത് ക്യാമ്പിന് നേരെ വെടിയുതിർത്തതെന്നാണ് അവിടെ നിന്ന് ദൃക്സാക്ഷികൾ പോലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അല്ലെങ്കിൽ അത്തരം വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പേരിന് ഈ വെടിനിർത്തലുണ്ട്. അതേസമയം തങ്ങൾ നേരത്തെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വംശഹത്യ അമേരിക്കയുടെ പിൻബലത്തോടു കൂടി തന്നെ തുടരുന്ന ഒരു കാഴ്ചകളാണ് ഈ പിന്നിട്ട ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 100-ലധികം പേർ ഇതിനകം തന്നെ ഈ വെടിനിർത്തൽ കാലയളവിൽ മാത്രം കൊല്ലപ്പെട്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ പരിക്കേറ്റവരുടെ എണ്ണവും വലിയ തോതിൽ തന്നെ വർദ്ധിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അതൊരു ഭാഗത്ത് നടക്കുമ്പോൾ തന്നെ ഈ ഗസയിലേക്കുള്ള റഫാ അതിർത്തി തുറക്കാനോ, നേരത്തെ പറഞ്ഞതുപോലെ നിത്യം 600 ട്രക്കുകൾ എന്നത് നിത്യം 100 ട്രക്കുകൾ പോലും കടത്തിവിടാത്ത ഒരു സാഹചര്യവും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ തുടരുന്ന ഒരു ഘട്ടത്തിൽ പോലും വെടിനിർത്തലിൽ പുരോഗതിയുണ്ട്. വെടിനിർത്തൽ ചില കാര്യങ്ങളിൽ ഹമാസ് നടത്തിയിരിക്കുന്ന നീക്കങ്ങളാണ് ഇസ്രായേലിനെ ഒരു ആക്രമണത്തിന് പ്രേരിപ്പിച്ചതെന്ന് പറഞ്ഞ് ഇസ്രായേലിനെ പൂർണ്ണമായിട്ട് ന്യായീകരിക്കുന്ന ഒരു നടപടിയുമായിട്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥരും മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് ഇന്നലെ ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത് സേനാ വിന്യാസം, വിദേശ സൈനിക സേനയുടെ വിന്യാസം ഉടൻ തന്നെ നടക്കും. അതിൽ ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പങ്കാളിത്തം വഹിക്കുമെന്ന് കൂടി ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ഔദ്യോഗികമായിട്ട് ഖത്തറോ മറ്റേതെങ്കിലും ഗൾഫ് രാജ്യങ്ങളോ ഇതുമായി ബന്ധപ്പെട്ട ഒരു സ്ഥിരീകരണം ഇനിയും നടത്തിയിട്ടില്ല. എന്തായാലും വിദേശ സൈനിക സാന്നിധ്യം ഏത് അവസ്ഥയിലായിരിക്കും, എത്ര സൈനികർ അതിലുണ്ടാവും, അമേരിക്കൻ സൈന്യം അതിൽ പങ്കെടുക്കുമോ എന്നത് സംബന്ധിച്ച ചോദ്യങ്ങളായിരിക്കും ഇനി നിർണായകമായിട്ട് മാറാൻ പോകുന്നത്. ഇതിലൊരു അന്തിമ തീരുമാനം എന്നത്തേക്ക് വരും നാസർ? ഈ അന്താരാഷ്ട്ര സേനയിൽ ആരൊക്കെ ആയിരിക്കും ഉണ്ടാവുക? അതൊക്കെ സംബന്ധിച്ചുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തേണ്ടതുണ്ടല്ലോ. അതിലും നിലവിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണോ? അവിടുത്തെ ചർച്ചകൾ പല തലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൽ ഹമാസ് തങ്ങളുടെ നിലപാട് നേരത്തെ തന്നെ മധ്യസ്ഥ രാജ്യങ്ങളെ അറിയിച്ചതാണ്. വിദേശ സൈന്യത്തിന്റെ ഒരു സാന്നിധ്യം ഗസയിൽ അനുവദിക്കുകയില്ല എന്നാണ് ഹമാസിന്റെയും അതോടൊപ്പം തന്നെ ഇസ്ലാമിക് ജിഹാദ് ഉൾപ്പെടെയുള്ള പോരാളി സംഘടനകളുടെയും പ്രഖ്യാപിത നിലപാട്. അതേസമയം മധ്യസ്ഥ രാജ്യങ്ങൾ എന്ന അറബ് മുസ്ലിം രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നൊരു സമ്മർദ്ദം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പലസ്തീൻ കൂട്ടായ്മകൾക്ക്, പോരാളി സംഘടനകൾക്ക് വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും. പക്ഷെ അത് എത്ര സ്വഭാവത്തിലായിരിക്കും, അതിൽ അമേരിക്കയുടെ സൈനിക സാന്നിധ്യം അല്ലെങ്കിൽ യൂറോപ്യൻ സൈനിക സാന്നിധ്യത്തെ ഒരു നിലക്കും തങ്ങൾ അംഗീകരിക്കുകയില്ല എന്ന് പല തവണയായിട്ട് ഹമാസ് നേതൃത്വം വ്യക്തമാക്കിയതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൈറോയിൽ സമാപിച്ച ചർച്ചയിലും പ്രധാനപ്പെട്ട ഒരു അജണ്ടയും ഇത് തന്നെയായിരുന്നു. പക്ഷേ ഈ ഗസ മാത്രമല്ല, ഫലസ്തീൻ സ്വതന്ത്ര രാഷ്ട്ര രൂപവൽക്കരണം വരുന്ന ഒരു സാഹചര്യത്തിൽ അതിൻ്റേതായിട്ടുള്ള ഒരു സൈനിക സംവിധാനം വരും. അത്തരമൊരു ഘട്ടത്തിൽ മാത്രം ആ സംവിധാനത്തിന് തങ്ങൾ ആയുധങ്ങൾ കൈമാറാം എന്ന് ഹമാസ് അറിയിച്ചിട്ടുണ്ട്. ഇനി ഉള്ള ട്രംപ് ഈ നീക്കവുമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഒരു സേനാ വിന്യാസം നടത്തുമെന്ന് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മധ്യസ്ഥ രാജ്യങ്ങൾ ഇപ്പോൾ ഏതർത്ഥത്തിലായിരിക്കും ഹമാസിനെ ഇത് അംഗീകരിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ അവരുമായുള്ള ചർച്ചകൾ ഏത് ദിശയിലായിരിക്കും മുന്നോട്ട് പോകുക എന്നതും വളരെ പ്രധാനമാണ്. അത് ഒരുപക്ഷെ അതിന് വീണ്ടും ഒരു സമ്മർദ്ദം രൂപപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി ആയിരിക്കണം ഇപ്പോൾ വ്യാപകമായിട്ടുള്ള ഒരു ആക്രമണത്തിലേക്ക് വീണ്ടും ഇസ്രായേൽ പിന്നെ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത്. അതിന് അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഗ്രീൻ സിഗ്നൽ ഇസ്രായേലിന് ലഭിച്ചു എന്നുകൂടി നാം അമേരിക്കയുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അമൃത, ഈ ബന്ദികളുടെ മൃതദേഹങ്ങൾ കൈമാറുന്നത് സംബന്ധിച്ച് എന്താണ് ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് നാസർ? നമുക്കറിയാം ഹമാസ് ഇനിയും മൃതദേഹങ്ങൾ നൽകാൻ ബാക്കിയുണ്ടല്ലോ.
അമൃത 13 മൃതദേഹങ്ങൾ കൂടിയാണ് ഇനി കൈമാറാനുള്ളത്. നേരത്തെ ജീവനോടെയുള്ള 20 ബന്ദികളെ ആദ്യ ദിവസം തന്നെ വെടിനിർത്തലിന്റെ തുടക്കത്തിൽ തന്നെ കൈമാറി. അതിനുശേഷമാണ് 28 മൃതദേഹങ്ങളിൽ ബാക്കി മൃതദേഹങ്ങളും കൈമാറി. ഇനി 13 മൃതദേഹങ്ങൾക്കായുള്ള വ്യാപകമായിട്ടുള്ള തെരച്ചിലാണ് ഇപ്പോൾ ഗസ സിറ്റിയിലും അതോടൊപ്പം തന്നെ വടക്കൻ ഗസയുടെ പ്രാന്തപ്രദേശങ്ങളിലൊക്കെ ഈ രാത്രിയിലും തുടർന്നുകൊണ്ടിരിക്കുന്നതെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. കാരണം ആ പ്രദേശം ഒന്നാകെ തന്നെ ഇസ്രായേൽ സേന അവിടെ പൂർണ്ണമായിട്ടും നശിപ്പിച്ച ഒരു സാഹചര്യമുണ്ട്. പല കെട്ടിടങ്ങളുടെയും അടിയിലായിട്ട് ഈ മൃതദേഹങ്ങൾ ഉണ്ടാകുമെന്ന ഒരു നിഗമനത്തിലാണ് ഇപ്പോൾ ഹമാസും അതോടൊപ്പം തന്നെ പോരാളി സംഘടനകളും എത്തിച്ചേർന്നിരിക്കുന്നത്. ഇപ്പോൾ തുർക്കിയുടെയൊക്കെ സഹായം ലഭ്യമാവുകയായിരുന്നെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്ത മൃതദേഹങ്ങൾ കണ്ടെടുക്കാൻ സാധിക്കുമായിരുന്നുവെന്ന് ഹമാസ് നേതൃത്വം മധ്യസ്ഥ രാജ്യങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തങ്ങൾക്ക് ആ അർത്ഥത്തിലുള്ള ഒരു സൗകര്യവും സഹായവും ലഭ്യമാവുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഈ 13 മൃതദേഹങ്ങളും കണ്ടെത്തി കൈമാറാൻ മറ്റൊന്നും തടസ്സമില്ല എന്നാണ് ഇപ്പോൾ മധ്യസ്ഥ രാജ്യങ്ങളെ അറിയിച്ചിരിക്കുന്നത്. കാരണം ഇന്നലെ ട്രംപ് ഒരു ഭീഷണിയുടെ സ്വരത്തിലാണ് സംസാരിച്ചത്. 13 ബന്ദികളുടെയും മൃതദേഹങ്ങൾ എത്രയും പെട്ടെന്ന് കൈമാറണം, അടുത്ത 48 മണിക്കൂർ താൻ തന്നെ നേരിട്ട് ഇക്കാര്യം നിരീക്ഷിക്കും, അത് 48 മണിക്കൂറിന് ശേഷം ഏത് അർത്ഥത്തിലായിരിക്കും ട്രംപിന്റെ പ്രതികരണം, നടപടി വരിക എന്ന കാര്യം വ്യക്തമല്ല. അതുമാത്രമല്ല ഹമാസ് അത് കൈമാറുന്നില്ല എങ്കിൽ ഈ പൊതുവായിട്ട് വിന്യസിക്കുന്ന ഈ വിദേശ സേന ഹമാസുമായിട്ട് അക്കാര്യത്തിൽ കണക്ക് ചോദിക്കും എന്ന അർത്ഥത്തിലുള്ള ഒരു മുന്നറിയിപ്പ് കൂടി ട്രംപ് നൽകിയിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ ബന്ദികളുടെ മൃതദേഹങ്ങൾ കൂടി അവശേഷിച്ച 13 മൃതദേഹങ്ങൾ കൂടി കൈമാറാനുള്ള തിരക്കിട്ട നീക്കങ്ങൾ, അതിനുള്ള പരിശോധനാ നടപടികളാണ് ഇപ്പോൾ ഹമാസിന്റെ നേതൃത്വത്തിൽ നടന്നു വരുന്നത്. വൈകാതെ തന്നെ അത് പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നാണ് മധ്യസ്ഥ രാജ്യങ്ങൾ അമേരിക്കയെ അറിയിച്ചിരിക്കുന്നതും. അമൃത. ശരി, MC നാസറാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.